2026 സെപ്റ്റംബർ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. പുതിയ വീട്ടിലേക്ക് താമസം മാറാനായിട്ട് ഒരു യോഗം കാണുന്നുണ്ട്. ബന്ധുവിൻ്റെയും മിത്രങ്ങളുടെയും വിരോധങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അമ്മയ്ക്കുള്ള സങ്കടം മാറിക്കിട്ടുന്നു. അത്ഭുതകരാവണ്ണം വാഹന അപകടത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കുന്നു. മക്കൾ ദൂരദേശത്തേക്ക് പോയി ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാനോ പോയിട്ട് അവർ തിരിച്ചു വരുന്ന സന്തോഷം ആഘോഷിക്കാൻ സാധിക്കുന്നു. നാൽക്കാലികളെ വളർത്തി വ്യാപാരം നടത്തുന്നവർക്ക് വളരെയധികം ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. ചിലർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുന്നു. പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് പുത്ര സൗഭാഗ്യം, ദമ്പതിമാർക്ക് പുത്ര സൗഭാഗ്യം ഉണ്ടാകുന്നു. ജീവിതത്തിൽ സാമർഥ്യവും സൗഭാഗ്യവും ലഭിക്കുന്ന ഒരു സമയമാണ്. ധനലാഭം എല്ലാ മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലർക്ക് ഭൂമിയും മറ്റു വസ്തുക്കളും സ്വന്തമാക്കാനായിട്ട് അവർക്കൊരു യോഗം കാണുന്നുണ്ട്. അതിനവർക്ക് സാധിക്കുന്നു ശ്രമിച്ചാൽ. ചിലർക്ക് സർക്കാർ ജോലി ലഭിക്കാം. മറ്റു ചിലർക്ക് സർക്കാരിൻ്റെ താൽക്കാലികമായിട്ടുള്ള ജോലികൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. തൊഴിലിലും പഠിപ്പിലും പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പദവിയും അധികാരവും കീർത്തിയും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. മാനസികപരമായും ശാരീരികപരമായും ഏറെ തൃപ്തികരമാകുന്ന ഒരു സമയമാണ്. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളുള്ളവർക്ക് ശാന്തി കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ചില വഞ്ചനയാൽ സർക്കാരിന് കോപം വരാം. അതായത് എന്തെങ്കിലും രീതിയിൽ വഞ്ചന ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് നോട്ടീസോ അങ്ങനെയൊക്കെ വരുന്നതിന്, സമൻസൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇനി അനിഴം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാമാന്യ ഫലങ്ങൾ പറയുന്നത്. 13 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്, മാതാപിതാക്കളും ഒക്കെ ആയിട്ട്. അതുപോലെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കൃഷിക്കാരാണെങ്കിൽ അവർക്ക് കൃഷിയിൽ നിന്നും ധാരാളം ലാഭം കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ചില രോഗങ്ങൾ ഒക്കെ ഈ കുട്ടിക്ക് വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാലും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല. പിന്നെ വീട്ടുകാര് അയൽവാസികളുമായിട്ടോ ബന്ധുക്കളായിട്ടോ ഈ സമയം വഴക്കിനോ ബഹളത്തിനോ ഒന്നും പോകാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഭയങ്കരമായ സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഈ കുട്ടി പല രീതിയിലും ചൂഷണങ്ങൾക്കൊക്കെ വിധേയമാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്നില്ല, ആരംഭിക്കാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസം ആരംഭിക്കാൻ സാധിക്കുന്നു, അതിന് യാതൊരു തടസ്സവും കാണുന്നില്ല. തുടർ വിദ്യാഭ്യാസത്തിനും തടസ്സം വരുന്നില്ല. പൊതുവെ ഒരു മാന്യം ഉണ്ടാകും എന്ന് ആദ്യം തോന്നുമെങ്കിലും പിന്നീട് അല്പാൽപമായി ജീവിതത്തിൽ പുരോഗതി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സർക്കാരിൽ നിന്നും ചില സഹായങ്ങൾ ലഭ്യമാകാം. ബന്ധുക്കളുടെ സഹായവും ലഭ്യമാകാം. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് പലവിധ നേട്ടങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസവും മികച്ച രീതിയിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ അല്പാൽപമായി ഒരു പുരോഗതി വരുന്നു എന്നുള്ളതാണ്. പലവിധ ധനനേട്ടങ്ങളും മറ്റ് ഐശ്വര്യങ്ങളും ക്രമേണ ഉണ്ടാകുന്നു. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ടുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. മികച്ച അതുപോലെ തൊഴിലിൽ പ്രവേശിക്കുന്നതിനും ഒരു യോഗമുണ്ട്. അതുപോലെ തന്നെ സമ്പാദ്യങ്ങളെല്ലാം ഇവർക്ക് നല്ല നിക്ഷേപ പദ്ധതികളിൽ അവർക്ക് സമ്പാദ്യം നടത്തുന്നതിനും അവർക്ക് സാധിക്കുന്നു. പല വഴികളിലൂടെയും ധനലാഭം ഉണ്ടാകാൻ ഇവർക്ക് യോഗമുണ്ട്. കാരണം ഒരു മാർഗത്തെ മാത്രം ആശ്രയിച്ചിരിക്കാണ്ട് ഏതെങ്കിലും രീതിയിൽ ഓൺലൈൻ ബിസിനസ് ആയിട്ടോ എന്തെങ്കിലും രീതിയിൽ ഒരു ധനം ലഭിക്കുന്ന നല്ല മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ചിലർക്ക് ഉന്നത അധികാരമുള്ള പദവി ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. സർക്കാർ അധികാരങ്ങളിൽ ഇരിക്കുന്നതിനാൽ അവർക്ക് അതായത് സർക്കാരിന്റെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നതിന്, സർക്കാരിന്റെ മുദ്ര വെച്ച ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള അധികാരമുള്ള പദവി അവർക്ക് ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. എവിടെയും ഈശ്വര അനുഗ്രഹം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളും പൂജകളും മതപരമായ ചടങ്ങുകൾ മുടങ്ങരുത്. ചിലർക്ക് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും ഈ സമയം യോഗം കാണുന്നുണ്ട്. വിദ്യ കൊണ്ട് ഇവിടെ പല നേട്ടങ്ങളും
ഉണ്ടാകാൻ ആയിട്ട് ഇവർക്ക് യോഗമുണ്ട്. ചില രോഗങ്ങൾ വരാൻ, വാദം പോലുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതും നല്ല ചികിത്സ ലഭിച്ചാൽ അത് മാറുന്നതാണ്. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ഈ സമയം കേസുകൾ, വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങൾ എന്നിവയ്ക്കൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ പന്തയമൊന്നും വയ്ക്കരുത്. പന്തയത്തിൽ തോൽവി വരേണ്ട സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളെയും അസൂയാലുക്കളെയും ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവർ പല രീതിയിൽ ദ്രോഹിക്കാൻ ശ്രമിക്കാം. സർക്കാരിൽ നിന്നും ചില സമൻസുകൾ, അതായത് അനിഷ്ടങ്ങളായിട്ടുള്ള നോട്ടീസുകളൊക്കെ ലഭിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. ഈ സമയം അവർക്ക് ഇത് ധനം ധാരാളം വരുമെങ്കിൽ തന്നെയും ചെലവുകൾ കൂടുന്നതിന് ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു സാമ്പത്തിക അച്ചടക്കം ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എത്ര തന്നെ വരുമാനം കൂടിയാലും ജീവിത ശൈലി മാറാണ്ട് പോകുന്നതായിരിക്കും നല്ലത്. നല്ല നല്ല സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുക. അതുപോലെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് ചിലർക്ക് അന്യദേശത്തേക്ക് അല്ലെങ്കിൽ അന്യ നാട്ടിൽ താമസിക്കേണ്ടതായിട്ട് ഈ സമയം വന്നേക്കാം. ചില രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും അതൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഭൂമിയും വീടും സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നു. എവിടെയും വിദ്യ കൊണ്ട് ഇവർക്ക് ഗുണം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. കള്ളന്മാരിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥർക്കും അധികാരികൾക്കും നിങ്ങളൊരു നോട്ടപ്പുള്ളിയാകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് പുതിയ വാഹനം വാങ്ങുവാനായിട്ട് ഇവർക്കൊരു യോഗം കാണുന്നുണ്ട്. മിക്കവാറും നല്ല ഒരു സമയമാണ് ഇവർക്ക്. അതുപോലെ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ധനനേട്ടങ്ങളും ഐശ്വര്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാത്തിനും, അതായത് നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് ഒരു നല്ലൊരു സമയമാണ്. നിങ്ങളൊരു സംരംഭകൻ ആകാനാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബിസിനസ് ആണോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ട് നിങ്ങൾ തുടങ്ങുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകും. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ബിസിനസ്സുകൾ ഒന്നും, നിങ്ങൾക്ക് അറിവില്ലാത്ത ബിസിനസ് ഒന്നും തുടങ്ങരുത്. ചിലർക്ക് പുനർവിവാഹം കഴിക്കുന്നതിന് ഒരു സമയവും കൂടി കാണുന്നുണ്ട്. മേലധികാരികളുമായി പൊതുവെ യോജിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ശത്രുക്കളും അസൂയാലുക്കളും അവരുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തൊഴിൽപരമായി ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശ്രദ്ധിച്ചാൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകാം. പ്രൊമോഷൻ വേണമെങ്കിൽ പ്രൊമോഷന് വേണ്ടി പഠിക്കുകയോ അതിനുള്ള ടെസ്റ്റൊക്കെ എഴുതണമെങ്കിൽ എഴുതാം. വ്യാപാരമാണെങ്കിൽ അതും വളർത്താൻ സാധിക്കും. വളർത്തുമൃഗങ്ങളുടെ ഇടപാട് നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്കും നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുന്നതാണ്. ചിലർക്ക് പ്രത്യേക പദവിയുള്ള ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. താൽക്കാലിക ജോലിയാണെങ്കിൽ തന്നെയും അതിൽ ഒരു അധികാരം അവർക്ക് ലഭിക്കും. അധികാരമുള്ള സർക്കാർ ജോലി ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഏതു തന്നെ ആയാലും ഐശ്വര്യം നിലനിർത്തുന്നതിന് സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനും മറ്റും ഉള്ള യോഗം കാണുന്നുണ്ട്. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക്, അതായത് മേലധികാരികളിൽ നിങ്ങളോട് ചില സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തുന്നു. പലപ്പോഴായിട്ട് നിങ്ങൾ പല രീതിയിൽ വിഷമിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് നിങ്ങൾ ഒരുപക്ഷെ ജോലി രാജിവെച്ച് ആ ജോലിയിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോകേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. മറ്റുള്ളവരുടെ ശല്യം സഹിക്കവയ്യാത്തത് കൊണ്ടാണ്. ചില അനിഴം നക്ഷത്രക്കാർക്ക് ഈ കാലം ഒരു സുഖകരമായിട്ടല്ല തോന്നുന്നത്. വിചാരിക്കുന്ന കാര്യങ്ങൾ പ്രതികൂലമായി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. കോപം കൂടാനായിട്ടൊരു സാധ്യതയുണ്ട്. സത്യസന്ധതയ്ക്ക് ഒരു വിലയും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നതിന് സാധ്യതയുണ്ട്. സർക്കാർ മേഖലയായിരുന്നാലും സ്വകാര്യ മേഖലയിലായിരുന്നാലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾ ജോലി രാജിവെക്കേണ്ടതായിട്ട് വരാൻ ഒരു സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ചില രോഗങ്ങളും മാനസികമായ പിരിമുറുക്കവും എല്ലാം ചിലർക്ക് ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ രാജിവെച്ച് വെളിയിൽ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുക. നല്ല ഒരു 1-2 മാസം നിങ്ങൾ റെസ്റ്റ് എടുത്ത് നല്ല രീതിയിൽ ആലോചിച്ച് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതിനേക്ക് വേണ്ടി ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ശ്രമിക്കുന്നതിന് ആ സംരംഭത്തെക്കുറിച്ച് നിങ്ങൾ അതിന്റെ എല്ലാ ദോഷവശങ്ങളും നല്ല വശങ്ങളും പഠിച്ചിട്ട് വേണം ഓരോന്ന് തുടങ്ങുന്നതിലേക്ക് വേണ്ടി. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ധനത്തിനും ഐശ്വര്യത്തിനും ഒന്നും ഒരു കുറവ് വരുന്നില്ല. മാനസികമായ പിരിമുറുക്കം അതെല്ലാം കുറഞ്ഞു കിട്ടുന്നു. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക്
മനസ്സമാധാനവും ആരോഗ്യവും അവർക്ക് വളരെ തൃപ്തികരമാകും. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ അവർക്ക് തുടങ്ങുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇതിൽ തുടങ്ങാൻ പറ്റിയ ബിസിനസ് ഷെയർ മാർക്കറ്റിംഗ്, അധ്യാപനം, കൃഷി, സെക്യൂരിറ്റി സർവീസുകൾ, അങ്ങനെ പല ബിസിനസ്, ഇത് ഒരു ഉദാഹരണം പറഞ്ഞതേ പല ബിസിനസ്സുകളും അവർക്ക് തുടങ്ങാം. പക്ഷെ ആ ബിസിനസ്സിനെ കുറിച്ച് വളരെ വിശദമായി പഠിക്കുക. ഒരു 6 മാസമെങ്കിലും ഏത് ബിസിനസ്സാണോ ചെയ്യുന്നത് ആ ബിസിനസ്സിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക, അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഭയങ്കരയധികം ഗുണം കിട്ടുന്ന ഒരു ഇതായിരിക്കും. ആരെയും കീഴിൽ ജോലി ചെയ്യാതെ നിങ്ങൾക്ക് സ്വയം തന്നെ ഒരു സംരംഭകനായി കുറച്ചു പേർക്ക് ജോലി കൊടുക്കാനും സാധിക്കും. മനസ്സമാധാനവും ആരോഗ്യവും ഒക്കെ തൃപ്തികരമായിരിക്കും. ചില മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു തുക ആദായമായി ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. പൊതുവെ അലച്ചിലും ഇല്ലാത്ത ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ മോഷ്ടാക്കളെയും ശത്രുക്കളെയും അസൂയാലുക്കളെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായത്തിന്റെ ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. വാർദ്ധക്യ സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. അത് നിങ്ങളുടെ ജന്മനാള് വിപുലമായി ആഘോഷിക്കുന്നതിനും മനസ്സമാധാനമായി കുടുംബത്തോടു കൂടി, ഇപ്പൊ നേരത്തെ ജോലിയിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ധാരാളം സമയം കിട്ടുന്നു. അതും ഒരു ഭാഗ്യം തന്നെയാണ്. 73 വയസ്സിന് മുകളിലോട്ടുള്ള അനിഴം നക്ഷത്രക്കാർക്ക് രക്തത്തിൽ ചില അണുബാധ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ മിനറൽസിന്റെയോ മറ്റുമൊക്കെയുള്ള കുറവ് മൂലമുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ, തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം വിജയിക്കുന്നതിന് സാധിക്കുന്നു. മുമ്പ് നിങ്ങൾ തൊഴിൽ ചെയ്ത അവിടെ തൊഴിൽശാലയുമായിട്ടുള്ള കേസാണെങ്കിലും അല്ലാതെയുള്ള കേസായിരുന്നാലും നിങ്ങൾക്കെല്ലാം ജയിക്കാൻ സാധിക്കുന്നു. അതുപോലെ ചിലർക്ക് അന്യദേശവാസമാണ് ഈ സമയം കാണുന്നത്. ചിലർ ബിസിനസ് സംബന്ധമായി അന്യദേശത്തേക്ക് പോകാം, അല്ലെങ്കിൽ മക്കളാരെങ്കിലും അവിടെ ഉണ്ടാകാം. എങ്കിലും ധനത്തിനും ഐശ്വര്യങ്ങൾക്കും ഒന്നും നിങ്ങൾക്ക് ഒരു കുറവ് വരുന്നില്ല എന്നാണ് കാണുന്നത്. ഈ സെപ്റ്റംബർ മാസത്തിൽ സൂര്യനും ബുധനും കേതുവും കൂടി ഒരു രാശിയിൽ, അതായത് ചിങ്ങ രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ ഈ യോഗത്തിന് ത്രിഗ്രഹ യോഗം എന്നാണ് പറയുന്നത്. അതായത് കരിയറിൽ ഇതിന് ഒരു സമ്മിശ്ര ഫലങ്ങളാണ് ലഭിക്കുക. ഗുണദോഷപരമായിട്ട് സമ്മിശ്ര ഫലങ്ങളാണ് ലഭിക്കുക. കരിയർ ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വരുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം, ഒരു സാധ്യതയുണ്ട്. പക്ഷെ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. അതിനെയൊക്കെ മറികടന്നാൽ നിങ്ങൾക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വാദം, പിത്തം, കഫം മുതലായവയുടെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലം ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മാനസിക സംഘർഷം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതായത് ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത് കുറച്ച് കൂടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. നാഡീവ്യൂഹവുമായി ബന്ധമുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അത് ഉറക്കം ഇല്ലായ്മ, അല്ലെങ്കിൽ അമിതമായി ഉറക്കം വരിക, അല്ലെങ്കിൽ അവർക്ക് മറന്നു പോവുക, അങ്ങനെയൊക്കെയുള്ള ചില അത് മറവി ഉണ്ടാകാം. എന്നാലും താൽക്കാലികമാണ്, ഇത് കഴിയുമ്പോൾ മാറിക്കിട്ടും. സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രതാപവും ആത്മവിശ്വാസമൊക്കെ കൂടുന്നതായിട്ടാണ് കാണുന്നത്. സൂര്യൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുമ്പോൾ സമൂഹത്തിൽ അംഗീകാരവും അധികാരവും നേതൃത്വവും ഒക്കെ നേതൃത്വ സ്ഥാനത്തിലേക്ക് വരുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ കേതുവിന്റെ സ്വാധീനം ഈഗോയെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ചിന്താശേഷികളെ ഒന്ന് മരവിപ്പിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സൂര്യനും കേതുവും കൂടിച്ചേരുകയാൽ ലൗകിക സുഖങ്ങളിൽ അധികം താല്പര്യം കാണിക്കാതെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. ബുധൻ കേതുവിനോട് ചേരുമ്പോൾ വിശകലന ശേഷി കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഗുണവും ദോഷവുമുണ്ട്. അതുപോലെ തന്നെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആശയവിനിമയങ്ങളിൽ നടത്തുമ്പോഴുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിന് ഇത് കാരണമാകും. കാരണം ഒരു മെസ്സേജ് കിട്ടിയാൽ അതിനെ അവർ വളരെയധികം അതിനെല്ലാം ചിന്തിച്ച് അതിനെ വിശകലനം ചെയ്ത് അവർക്ക് അതിൽ നിന്ന് അവർക്കൊരു ആശയക്കുഴപ്പവും മനസ്സംഘർഷവും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ചിലർക്കുണ്ടാകാം. ഇതുമൂലം ചില ബന്ധങ്ങളിലൊക്കെ തെറ്റിദ്ധാരണ വരുന്നതിന് സാധ്യതയുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.